ഗുരുവായൂരിൽ കണ്ണനെ ഒന്ന് വലിയ തിരക്കൊന്നുമില്ലാതെ ഒന്ന് പോയി തൊഴാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കാത്ത കണ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറവായിരിക്കും. ഇനി അവിടുത്തെ ആ ദർശന രീതിയിലൊക്കെ കാര്യമായൊരു മാറ്റം ദേവസ്വം ബോർഡ് കൊണ്ടുവരികയാണ്. അതായത് ക്യൂ നിൽക്കാതെ തന്നെ ദർശനം നടത്താനുള്ള ഒരു സംവിധാനമാണ്. എന്ന് വെച്ചാൽ നേരിട്ട് ചെന്നങ്ങ് തൊഴുക എന്നല്ല, മുഖം പതിഞ്ഞ ടോക്കൺ ഏർപ്പെടുത്തിയാകും പുതിയ ഈ ദർശന സംവിധാനം. മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ്. എങ്ങനെയാണ് പ്രായോഗികമാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് പുറമെ പാർക്കിങ്ങിലും പ്രസാദ വിതരണത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താണെന്ന് നോക്കാതെ ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് ആശ്വാസം പകരുന്നതാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. ക്യൂവിലുള്ള മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമാകുന്നു. ക്ഷേത്ര ദർശനത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ദേവസ്വം ഭരണസമിതിയുടെ നീക്കം. ഇതിനായി ഫേസ് ആപ്പ് എന്ന ഡിജിറ്റൽ സംവിധാനം ഏർപ്പെടുത്തും. ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 12 കൗണ്ടറുകൾ സ്ഥാപിക്കും. ഇവിടെ മുഖമുപയോഗിച്ച് സ്കാൻ ചെയ്താൽ ഭക്തരുടെ ഫോട്ടോ പതിഞ്ഞ ടോക്കൺ ലഭ്യമാകും. ദർശനത്തിനുള്ള സമയം രേഖപ്പെടുത്തിയാകും ടോക്കൺ. നിലവിലെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങൾ കമ്പാർട്ട്മെൻറ്റുകളായി തിരിക്കും. ആദ്യ കമ്പാർട്ട്മെൻറ്റിൽ 1 മുതൽ 200 വരെ, രണ്ടാമത്തേത് 200 മുതൽ 400 വരെ, അങ്ങനെ വിവിധ കമ്പാർട്ട്മെൻറ്റുകൾ. സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന നമ്പറുകൾ പ്രകാരം ഭക്തർ കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിച്ചാൽ മതിയാകും. ഊഴമാകുന്നതുവരെ പുറത്ത് വിശ്രമിക്കാം. 3-4 തല മീറ്റിങ്ങുകളും പ്രസൻറ്റേഷനും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്യൂ കോംപ്ലക്സ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നവരെ കൊണ്ട് നമ്മളത് പ്രസൻറ്റേഷൻ സാധ്യമാക്കും. ആ പ്രസൻറ്റേഷനിൽ നിന്ന് ഏറ്റവും മികച്ച ഒരാളെ ഇതിൻ്റെ നടത്തിപ്പിനായി കൊടുക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക യോഗത്തിൽ പുതിയ സംവിധാനം അവതരിപ്പിച്ച് നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങളോടെ ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുന്നതുവരെയാകും ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുക. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.